കാർത്തു ഉണർന്നു വന്നപ്പോൾ ധരൻ റൂമിലില്ലായിരുന്നു. തലേ രാത്രി നടന്ന കാര്യങ്ങൾ അപ്പോഴാണ് അവൾക്ക് തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഈശ്വര, ഇയാൾ രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണോ ആവോ? കൂടുതൽ വിളച്ചിലെടുത്താൽ അയാളെ തട്ടിക്കളയും ഞാൻ. അല്ല പിന്നെ, പിറുപിറുത്തുകൊണ്ടിറങ്ങി വരികയാണ് കാർത്തു. അപ്പോഴാണ് കണ്ടത് ദേവമ്മയുടെ മടിയിൽ തല വെച്ച് കിടക്കുന്ന ധരനെ. മകൻ്റെ മുടിയിഴകളിൽ കൂടി വിരൽ ഓടിച്ചുകൊണ്ട് സെറ്റിയിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുകയാണ് അമ്മ. അമ്മയുടെ വാത്സല്യം ആവോളം അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ് ധരൻ. അമ്മയ്ക്കറിയോ എത്രമാത്രം ഞാൻ കൊതിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെയൊരു നിമിഷത്തിനായി. ധരൻ പറയുന്ന കേട്ട് കാർത്തു പിന്നിലേക്ക് ഒതുങ്ങി നിന്നു. പോട്ടെ മോനെ, സാരില്ല, ഒക്കെ നമ്മുടെ വിധിയാണ്, അങ്ങനെ കരുതിയാൽ മതി. ദേവമ്മ അവനെ ആശ്വസിപ്പിച്ചു. എൻ്റെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കാൻ ഒരിക്കലെങ്കിലും കഴിയണേന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടമ്മേ, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അവൻ്റെ ശബ്ദമിടറി. ഭഗവാൻ അതൊക്കെ സാധിച്ചു തന്നില്ലേ ദേവ? ഇതൊക്കെ കാണാൻ മോൻ്റെ അച്ഛനില്ലാതെ പോയി. ആ ഒരു ദുഃഖം മാത്രമേ അമ്മയ്ക്കുള്ളൂ. അല്പസമയത്തേക്ക് അമ്മയുടെയും മകൻ്റെയും യാതൊരു ശബ്ദവും കേൾക്കാതെ വന്നു. ഇരുവരും വല്ലാത്ത വിഷമത്തിലാണെന്ന് അവൾക്ക് തോന്നി. ദേവമ്മേ, അവളുടെ വിളിയച്ച കേട്ടതും ധരനാണ് ആദ്യം മുഖമുയർത്തിയത്. അവൻ്റെ കണ്ണൊക്കെ ചുവന്ന് കിടക്കുന്നത് കണ്ട് കാർത്തൂന് വിഷമമായി. ആ, മോൾ ഉണർന്നോ? ദേവമ്മ അവളെ നോക്കി പുഞ്ചിരിച്ചു. ധരൻ എപ്പോഴും അമ്മയുടെ മടിയിൽ കിടക്കുകയാണ്. ഇവിടെ വന്നിരിക്കും മോളെ. ദേവമ്മ വിളിച്ചെങ്കിലും കാർത്തു അവിടെ തന്നെ നിന്നു. മോളെ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വരൂ കുട്ടി, ഞാൻ ഞാൻ കോഫി എടുക്കാം. പെട്ടെന്ന് തന്നെ അവൾ അടുക്കളയിലേക്ക് പോയി. അവരുടെ രണ്ടാളുടെയും ലോകത്ത് താനൊരു അധികപ്പറ്റായോ എന്ന് കാർത്തു ചിന്തിച്ചു. അമ്മയും മകനും കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് അവൾ പൊട്ടിച്ചൊഴിച്ച് തിളപ്പിക്കാൻ വെച്ചു. ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഇരിപ്പുണ്ട്. പിന്നെ ഇന്നലെ രാത്രി വാങ്ങിയ കറികളുടെ ബാക്കിയും. അതൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അവൾ തീരുമാനിച്ചു. പാല് തിളച്ചു വന്നപ്പോൾ പൊടിയും പഞ്ചസാരയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു. 3 കപ്പിലായി കാപ്പി പകർന്നെടുത്ത് കാർത്തു വീണ്ടും സ്വീകരണ മുറിയിലേക്ക് ചെന്നു. ധരൻ ആരെയോ ഫോണിൽ വിളിക്കുന്നുണ്ട്. തങ്ങളുടെ ബെഡ്റൂമിൽ നിന്നുകൊണ്ട് അവൾ ദേവമ്മയ്ക്കുള്ളത് അവരുടെ കയ്യിൽ കൊടുത്തു. ശേഷം ധരൻ്റെ അടുത്തേക്ക് ചെന്നു. കോഫി മേശമേൽ വെച്ച ശേഷം അവനെ ഒന്ന് നോക്കി. പെട്ടെന്ന് അവൻ അവളോട് അവിടെ നിൽക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഫോണിൽ സംസാരിക്കുന്നത് ഗിരിയോടാണെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഫോൺ വെച്ച ശേഷം ധരൻ കാർത്തൂൻ്റെ അടുത്തേക്ക് ചെന്നു. നിനക്ക് ഓഫീസിൽ ജോലി തുടരണമെന്ന് നിർബന്ധമുണ്ടോ? നിനക്കിനിയും ഓഫീസിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന് മനസ്സിലായില്ലേ? ഇല്ല. പെട്ടെന്ന് തന്നെ അവൾ മറുപടി കൊടുത്തു. ഓക്കെ. അവൻ വീണ്ടും ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ഹലോ, ആ ഗിരി, അലങ്കൃത എന്നാൽ എൻ്റെ PS ആയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യാം. കാർത്തിക ഇനി വരുന്നില്ലെന്നാണ് പറയുന്നത്. ഡോറിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് കാർത്തൂത് കേട്ടത്. പെട്ടെന്ന് അവൾ പിന്തിരിഞ്ഞു നിന്നു. അതേ, ഞാൻ ജോലി നിർത്തുന്നില്ല. 2 വർഷം കൂടി കഴിഞ്ഞിട്ടേ രാജിവെക്കുന്നുള്ളൂ. ഗിരിയോട് പറയൂ. തന്നെ നോക്കി തെല്ല് കുറുമ്പോടെ പറയുന്നവളെ നോക്കി ധരൻ അല്പസമയം നിന്നു. നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് ഇനി മുതൽ വരുന്നില്ലെന്ന്? ആ, അത് പിന്നെ ഞാൻ ഓർക്കാതെ പറഞ്ഞതാ. പെട്ടെന്ന് ആലോചിച്ചപ്പോൾ തോന്നി വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കാതെ പോകാമെന്ന്. കിട്ടുന്ന സാലറി കളയുകയും വേണ്ട. ഇതൊന്നും കുറച്ചു മുന്നേ ആലോചിച്ചില്ലേ? എങ്ങനായാലും ഇപ്പം എന്താ? എന്നാൽ പെട്ടെന്ന് റെഡിയാവും. അവൻ ക്ലോക്കിലേക്ക് നോക്കി. കാർത്തു വേഗം ദേവമ്മയുടെ അടുത്തേക്ക് പോയി. ദേവമ്മേ. എന്താ മോളെ? അമ്മയ്ക്ക് ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? എന്തേ കുട്ടി? അല്ല, ഞാനങ്ങോട്ട് ജോലിക്ക് പോയാലോ എന്ന് ഓർക്കുക. ധരൻ പറഞ്ഞു വേഗം റെഡിയാവാൻ. മോള് പൊയ്ക്കോ, ഞാനിവിടെ ഇരുന്നോളാം. അമ്മ ഒറ്റയ്ക്കിരിക്കണ്ട, ഞാൻ ലക്ഷ്മിയമ്മയുടെ അടുത്ത് കൊണ്ടുവിടാം. റെഡി ആയിക്കോ. അവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് വരികയാണ് ധരൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ, എനിക്ക് പേടിയൊന്നുമില്ല. ഇവിടെ അടുത്തൊക്കെ വീടുകളുണ്ട്. തന്നെയുമല്ല, ഇവിടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. എങ്കിൽ പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് ജോലിക്ക് പോയിക്കോളാമേ, കാർത്തു പറഞ്ഞു. വേണ്ട മോളെ, നീ പൊയ്ക്കോന്നേ. അമ്മേ, കാർത്തിക പറഞ്ഞ പോലെ അവൾ 2 ദിവസം കഴിഞ്ഞ് ജോലിക്ക് വന്നോളൂ. അമ്മ ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്ത് കഷ്ടപ്പെടണ്ട.
അത് മതി ദേവമ്മേ, ധരൻ പറഞ്ഞ പോലെ ചെയ്യാം. അതും പറഞ്ഞുകൊണ്ടവൾ ധരനെ നോക്കിയതും കണ്ടു ആ മുഖത്തെ ദേഷ്യം. വെട്ടിത്തിരിഞ്ഞുകൊണ്ടവൻ റൂമിലേക്ക് കയറിപ്പോയി. പെട്ടെന്ന് അവൾക്കൊന്നും മനസ്സിലായില്ല. കാർത്തിക, എൻ്റെ സോക്സ് എവിടെ? അവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഇതെന്താ ഇപ്പോൾ? ഇതൊന്നും പതിവില്ലല്ലോ എന്ന് കരുതി അവൾ റൂമിലേക്ക് ചെന്നു. അകത്തേക്ക് കയറിയതും ഡോർ ലോക്ക് ചെയ്ത ശേഷം ധരൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. പിന്നിൽ നിന്നും അവളെ ഇറുക്കി പുണർന്നുകൊണ്ട് ധരൻ അവളുടെ പിൻകഴുത്തിൽ ആഞ്ഞു കടിച്ചു. അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ വായ മൂടി. ഡി, ഞാൻ ഇന്നലെ നിന്നോട് എന്താടി രാത്രി പറഞ്ഞത്? ധരൻ അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. എന്തു പറഞ്ഞു? ഓ, എനിക്ക് വേദനിക്കുന്നു. അവൾ കൈ പുറകോട്ട് വെച്ച് തൻ്റെ പിൻകഴുത്തിൽ തൊട്ടു. ഇനി മേലിൽ എന്നെ നീ പേര് വിളിക്കണ്ട, കേട്ടല്ലോ? ഓ, അതാണോ കാര്യം? ആ അതെ. അതങ്ങോട്ട് പറഞ്ഞാൽ പോരെ? ഇങ്ങനെയൊക്കെ ചെയ്യണോ ധരൻ? അവൾക്ക് ചെറുതായി ദേഷ്യം വന്നു. ഡി, നീ പിന്നെയും അയ്യോ സോറി എന്നു പറഞ്ഞുകൊണ്ടവൾ ഡോർ തുറന്ന് ഓടാൻ ഭാവിച്ചു. നീ എങ്ങോട്ടായി പായുന്നേ? അവിടെ നിൽക്കടി. ധരൻ അവളെ തടഞ്ഞു. ദേ, ഞാൻ ദേവമ്മയോട് പറഞ്ഞു കൊടുക്കും കേട്ടോ മകൻ കാണിക്കുന്ന വഷളത്തരം. ചെന്ന് പറഞ്ഞു കൊടുക്ക്, കൂട്ടത്തിൽ ഇതും കൂടി എന്ന് പറഞ്ഞുകൊണ്ടവൻ അവളുടെ കവളിൽ ആഞ്ഞൊരു കടി വെച്ചു കൊടുത്തു. അവൾക്ക് വേദന കൊണ്ട് വയ്യായിരുന്നു. എന്താ ഇവിടെ ഒരു ബഹളം? അപ്പോഴേക്കും ദേവമ്മയും അവിടേക്ക് വന്നു. എൻ്റെ അമ്മ ഒന്നുമില്ലെന്നേ, പെണ്ണ് കിടന്ന് കൊഞ്ചുന്നതല്ലേ എന്ന് പറഞ്ഞ് ധരന് പെട്ടെന്ന് തന്നെ അവിടുന്ന് എസ്കേപ്പായി. കാർത്തുവാണെങ്കിൽ അവൻ്റെ പോക്ക് കണ്ട് അവനെ കലിപ്പിച്ചു നോക്കി. ഇതിനുള്ള മറുപടി നിങ്ങൾക്ക് ഞാൻ തരും, കണ്ടോ? അവൾ പിറുപിറുത്തു. എന്താ മോളെ? ഒന്നുമില്ല ദേവമ്മേ, വരൂന്നേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ദേവേട്ടന് പോകാൻ സമയമായി ഇന്ന്. ദേവേട്ടൻ? അവളുടെ വിളിയൊച്ചയിൽ വന്ന വ്യത്യാസം കേട്ടതും ദേവമ്മയുടെ മിഴികൾ വിടർന്നു. അമ്മേ, ഡൈനിങ് ഹാളിലിരുന്ന് ധരൻ ഉറക്കെ വിളിച്ചു. ദാ വരുന്നു മോനെ. കാർത്തൂൻ്റെ പിന്നാലെ ദേവമ്മയും അടുക്കളയിലേക്ക് പോയി. അവളെല്ലാം പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിരുന്നു. മൂവരും കൂടി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ധരനാണെങ്കിൽ കാർത്തൂൻ്റെ വലത്തെ കവിളിലേക്ക് നോക്കി. എന്നിട്ട് അവളെ നോക്കി ഒന്ന് ഊറിച്ചിരിച്ചു. അത് കണ്ടതും കാർത്തൂന് ദേഷ്യം വന്നു. വെച്ചിട്ടുണ്ടോ തനിക്കിട്ട്? അവൾ പിറുപിറുത്തു. എന്താ കുട്ടി, നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല ദേവമ്മേ, അവൾ അല്പം ഉച്ചത്തിൽ പറഞ്ഞു. കഴിച്ചെഴുന്നേറ്റ ശേഷം ധരൻ റൂമിലേക്ക് എന്തോ എടുക്കാനായി വന്നതും കാർത്തുവും പിന്നാലെ പാഞ്ഞുപോയി. എന്താടി? അവളെ കണ്ടതും ധരൻ്റെ നെറ്റി ചൊളിഞ്ഞു. നിങ്ങൾ എന്തിനാ എൻ്റെ കവിളി കടിച്ചത്? അവൾ രണ്ടും കൽപ്പിച്ചാണെന്ന് അവന് തോന്നി. ഞാനോ? എപ്പോ? ദേവേട്ട വെറുതെ കളിക്കില്ലേ? കാർത്തിക, നീ എന്തൊക്കെയാടി പറയുന്നത്? ഞാനെപ്പോഴാണ് നിന്നെ കടിച്ചത്? അവൻ വീണ്ടും അജ്ഞത നടിച്ചു. ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പറയുന്നുണ്ടോ? കാർത്തു അവൻ്റെ കുറച്ചുകൂടി അടുത്തേക്ക് വന്നു നിന്നു. ഓ, ദേഷ്യം കൂടിയോ നിനക്ക്? എവിടെ, ഒന്ന് കാണട്ടെ. മാറുന്നുണ്ടോ അങ്ങട്? എനിക്ക് എത്രമാത്രം വേദനിച്ചു എന്നോ? നിനക്കറിയില്ലല്ലേ ധരൻ? ഇല്ല, എനിക്കറിയില്ലല്ലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കുതിപ്പിനവൻ അവളെ തൻ്റെ കരവലയത്തിലാക്കി. എന്നിട്ട് അവളുടെ കവിളിലേക്ക് മുഖം അടുപ്പിച്ചു. ഇവിടെയാണോ വേദനിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കവിളിൽ ഒന്നുകൂടി ആഞ്ഞു കടിച്ചു. ശേഷം വേഗത്തിൽ പുറത്തേക്ക് പോയി. വാതിൽക്ക് വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു രണ്ട് കവിളും പൊത്തിപ്പിടിച്ച് തന്നെ കൊല്ലാൻ പാകത്തിന് നിൽക്കുന്ന കാർത്തൂനെ. ഉള്ളിലെ ചിരി അടക്കിപ്പിടിച്ച് അമ്മയോട് യാത്ര പറഞ്ഞവൻ വേഗം ഓഫീസിലേക്ക് പോയി. കാർത്തൂട്ടാ, എന്താ ദേവമ്മേ, ഇങ്ങോട്ടൊന്നു വരുമോ? അവർ വിളിച്ചപ്പോഴാണ് കാർത്തിക റൂമിൽ നിന്നും ഇറങ്ങിയേ. ചെന്നപ്പോൾ കണ്ടു അടുത്ത വീട്ടിലെ ഒരു ചേച്ചി വന്നിരിക്കുന്നത്. പുതിയ ആൾക്കാരെ ഒന്ന് കാണാനും കൊണ്ട് വന്നതാട്ടോ. ഏകദേശം ഒരു 55 വയസ്സുള്ള ചേച്ചി. ഒക്കത്ത് ഓമനത്തുമുള്ള ഒരു കുഞ്ഞിനെയുമായിട്ട് അകത്തേക്ക് കയറി വന്നു. കാർത്തു കൈനീട്ടിയപ്പോൾ കുഞ്ഞാകെ വിരണ്ടു. കാലുകൾ പിന്നിലേക്കാക്കി അവൻ നിലവിളിച്ചു. യോ, പേടിക്കണ്ട വാവേ, ആൻറ്റി ഒന്നും ചെയ്യില്ല കേട്ടോ. അവൾ പുഞ്ചിരിച്ചു. പരിചയമില്ലാത്തത് കൊണ്ടാണ്, കുറച്ചു കഴിഞ്ഞ് ശരിയാവും, ദേവമ്മ പറഞ്ഞു. കാർത്തു അപ്പോഴും അവർക്ക് ചായ എടുക്കാനായി അകത്തേക്ക് പോയി. എൻ്റെ പേര് ഗീത, ദേ ആ കാണുന്ന വീട്ടിലാണ് താമസം. ഇതെൻ്റെ മകൻ്റെ കുഞ്ഞാ. മകനും ഭാര്യയും ഡോക്ടേഴ്സാണ്. ആ ചേച്ചി പറയുന്ന കേട്ട് കാർത്തു അവർക്കുള്ള ചായയുമായിട്ട് വന്നു. അയ്യോ
ഞാൻ കാപ്പികുടിയൊക്കെ കഴിഞ്ഞേ ഇറങ്ങി. അവർ പെട്ടെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല ചേച്ചി, ഒരു ഗ്ലാസ് ചായ കുടിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്നേ. പറഞ്ഞുകൊണ്ട് കാർത്തു കുഞ്ഞിനെ ഒന്നുകൂടി എടുക്കാൻ ശ്രമം നടത്തി. അല്പം കഴിഞ്ഞതും കുഞ്ഞ് അവളുമായി അടുത്തു. കുറച്ച് സമയം ദേവമ്മയുമായി സംസാരിച്ചിട്ടാണ് അവർ മടങ്ങിപ്പോയത്. അതിനുശേഷം അവർ രണ്ടാളും കൂടി വീടെല്ലാം അടുക്കി ഒതുക്കി. 11 മണിയായപ്പോൾ ലക്ഷ്മി ആൻറ്റി അങ്കിളും എത്തി. പിന്നീട് എല്ലാവരും കൂടി വേഗം അടുക്കി പെറുക്കി. അപ്പോഴേക്കും ഊണിൻ്റെ സമയമായി. കാത്തു ഫ്രിഡ്ജ് തുറന്നു 2 തക്കാളി എടുത്തു, കുറച്ച് വെണ്ടയ്ക്കയും ഒരു കാബേജിൻ്റെ പകുതിയും എല്ലാം കൂടി എടുത്ത് ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിലിട്ടു. അപ്പോഴേക്കും ദേവമ്മ നാളികേരവും ചിരകി. രസവും തോരനും വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതും പപ്പടവും. അരമണിക്കൂറിനുള്ളിൽ ഊണ് റെഡി. കാർത്തു, മോൾ എന്താ ജോലിക്ക് പോകാത്തെ? നിർത്തിയോ? അതോ? കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ലക്ഷ്മി ആൻറ്റി അവളോട് ചോദിച്ചു. ഇല്ല ആൻറ്റി, ദേവമ്മ ഒറ്റയ്ക്കായിരുന്നതുകൊണ്ട് പിന്നെ എല്ലാം അലങ്കോലമായി കിടക്കുമല്ലേ. ആ, അത് ശരിയാ. ഇനിയൊരു കാര്യം ചെയ്താൽ മതി. ദേവിക ചേച്ചിയെ കാലത്തെ അവിടേക്ക് കൊണ്ടുവന്നാക്കിയിട്ട് നിങ്ങൾ പോയിക്കോ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു, പക്ഷേ ദേവമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാന്നാ പറഞ്ഞേ. ഈ അടുത്തടുത്ത് വീടുണ്ടല്ലോ ലക്ഷ്മി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കുക ചേച്ചി, ഞങ്ങൾക്കും ഒരു കൂട്ടാകും. ആ, നോക്കാം. നോക്കിയാൽ പോരാ, നാളെ മുതൽ അങ്ങോട്ട് എത്തിക്കോണം. മേനോനങ്ങൾ കൂടി പറഞ്ഞപ്പോൾ ദേവമ്മയ്ക്ക് വേറെ നിവൃത്തിയില്ല. ധരൻ എത്തിയ ശേഷമാണ് ഇരുവരും മടങ്ങിപ്പോയത്. വേഷം മാറി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്ന ധരൻ കാണുന്നത് തന്നെ ദഹിപ്പിക്കും മട്ടി നോക്കി നിൽക്കുന്ന കാർത്തൂനെയാണ്. എന്താടി, അറിയണോ നിങ്ങൾക്ക്? അവൾ ധരൻ്റെ അടുത്തേക്ക് വന്നു. ആ, അറിയാതെ പിന്നെ എങ്ങനെയാ? നിന്നെ ഒന്ന് ശരിക്കും അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. അവനും തൻ്റെ കാവ്യമുണ്ടെന്ന് മടക്കി കൊടുത്ത് കീഴ്ച്ചുകൊണ്ട് ഒന്ന് അമർത്തി ചൂണ്ടുവിരൽ കൊണ്ട് തുടച്ച് അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അത് കണ്ടത് അവൾക്ക് പേടിയായി. ദേവമ്മയെന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞതും ധരൻ്റെ കൈകൾ അവളുടെ അണിവയറിൽ ബന്ധനം തീർത്തിരുന്നു. തുടരും.